നമ്മുടെ സാംസ്കാരിക അറിവുകൾ, ജ്ഞാനം എത്രയോ തലമുറയായിട്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടെടുക്കാൻ അത്ര എളുപ്പമല്ല, പക്ഷെ അതേസമയം അത് അസാധ്യവുമല്ല. നമ്മുടെ ഉള്ളിൽ അതുണ്ട്, ആ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്, ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് വളരെ അടിയിൽ ആഴത്തിൽ കിടക്കുന്നു. പല തലമുറകളായിട്ട് അനുഭവിച്ചു വന്ന അടിമത്തം, പല തലമുറകളായിട്ട് അനുഭവിച്ചു വന്ന ഭയം, ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മുടെ മേളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിയിലാണ് നമ്മുടെ ജ്ഞാനം മറിഞ്ഞു കിടക്കുന്നത്. അപ്പം അതിനെ കണ്ടെത്താൻ അല്പം പ്രയത്നം ആവശ്യമുണ്ട്. ഇന്ന് നമുക്കത് ഏറ്റവും വലിയ തടസ്സം പാശ്ചാത്യ മതങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതവും ക്രിസ്തു മതവും നിരന്തരമായി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. അവരുടെ ദൃഷ്ടിയിൽ അവർ ഹിന്ദു എന്നുള്ളൊരു മതമാണെന്ന് കണക്കാക്കുന്നു. ആ മതത്തിലുള്ള അനേക തരം ഉപാസനാ പദ്ധതികൾ, സാധനാ പദ്ധതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ പ്രാകൃതമാണെന്ന് അവർ പറയുന്നു. ഇപ്പോൾ സാമാന്യ ബുദ്ധി വെച്ച്, യുക്തിചിന്ത വെച്ച് നോക്കുമ്പോൾ അത് പലതും പ്രാകൃതമായിട്ട് നമുക്ക് തോന്നാം. ഇപ്പോൾ കേവലം യുക്തിയിൽ അടിസ്ഥാനമാക്കിയുള്ളൊരു വിദ്യാഭ്യാസമാണ് നമുക്കിപ്പോൾ പാശ്ചാത്യ ദേശത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ വിദ്യാസമ്പ്രദായം കേവലം യുക്തി ചിന്തയെ അടിസ്ഥാനം യുക്തിചിന്തയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ഋഷിമാരുടെ ദർശനം സാമാന്യം കേവല യുക്തി മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. യുക്തി ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ യുക്തിക്കപ്പുറം ഒരു ബോധതലമുണ്ട്. ആ ബോധതലത്തിലേക്ക് നമുക്ക് എത്തിപ്പറ്റണമെങ്കിൽ, യുക്തിയെ കടന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, അവിടെ അമ്മ പറയുന്ന പോലെ ഹൃദയം തുറക്കണം. ഹൃദയത്തിൽ നിന്നാണ് ആ കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഹൃദയം തുറക്കുക എന്ന് പറഞ്ഞാൽ, ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, അല്ല കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം, അവിടെ ഒരു ആശ്രയത്വമുണ്ട്. കുഞ്ഞിനെ അമ്മയെ ആശ്രയിക്കാതെ വേറെ നിവൃത്തിയില്ല ജീവിക്കണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ. പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തിനകത്ത് അങ്ങനെ ആശ്രയത്വമില്ല. കുഞ്ഞിനെ അമ്മയ്ക്ക് ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സഹജമായിട്ട്, പ്രകൃതിദത്തമായിട്ട് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാകുന്ന, അമ്മമാരുടെ ഉള്ളിൽ വിശേഷിച്ച് ഉണ്ടാകുന്ന ഒരു വികാരമാണ്. പക്ഷെ അത് ഇന്നത്തെ തലമുറയിൽ വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാർ തന്നെ കുറഞ്ഞു വരുന്നു. അവർക്ക് അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളും കൂടുതൽ മുഖ്യമായി തീരുമ്പോൾ കുഞ്ഞിനെ മുലയൂട്ടുന്നത് കൂടുതലും ആ സമയത്തൊന്നും ചിലപ്പോൾ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, ആ ശാരീരികമായിട്ടുള്ള ബന്ധം, അമ്മയുടെ മാറിൻ്റെ ചൂട് അനുഭവിച്ച് വളരാൻ പല കുട്ടികൾക്കും ഇന്ന് ഭാഗ്യം സിദ്ധിക്കുന്നില്ല. ഇനി സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മമാരും കുട്ടികളും എല്ലാവരും അവരവരുടെ മൊബൈൽ ലോകത്തിലാണ്. ആ പരസ്പര ബന്ധം, പരസ്പര സ്നേഹം പ്രകടിപ്പിക്കാനോ പങ്കുവയ്ക്കാനോ പറ്റിയ ഒരു അന്തരീക്ഷം വീടുകളിൽ ഇല്ല. വാസ്തവം ഭക്ഷണമാണെങ്കിലും പലപ്പോഴും പുറത്തുനിന്ന് വരുത്തുന്നു, റെഡിമെയ്ഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോരുത്തർക്കും അവരുടെ സമയത്തിന് അവരുടെ
ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒന്നിച്ചുണ്ടാക്കുക. ഉണ്ടാക്കുന്നതിൽ അല്ലെ അല്പം നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ആദായം എടുത്ത് അതുകൊണ്ട് ഭക്ഷണം കറി ഉണ്ടാക്കുക. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് വളരെ ഒരു തരത്തിൽ അജ്ഞാതമാണ്. അങ്ങനെ പലരും കണ്ടിട്ടില്ല, വീട്ടിലങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. എന്തിനാണ് നമുക്ക് വെറുതെ പൈസ കൊടുത്ത് കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്ത് പാടുപെട്ട് വളർത്തി? അതിന് കീടങ്ങളുണ്ടാവും, ഉണങ്ങിപ്പോയി വെള്ളം കിട്ടാതെ വന്നു വരാം, നോക്കാൻ ആൾ വേണം. ഇതൊന്നും പറ്റുകയില്ല ഇന്നത്തെ കാലത്ത്. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ചെയ്യുന്ന പ്രയത്നം വെറുതെയാണ്. അപ്പോൾ ആ ചെടികളെ സ്നേഹിക്കാനോ അതിൽ നിന്ന് ആദായം എടുക്കാനോ സ്വയം പാകം ചെയ്യാനോ പങ്കുവയ്ക്കാനോ ഒന്നുമുള്ള ഒരവസരങ്ങൾ നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വരുന്നു. ഇതെല്ലാം നമുക്ക് പുനഃസൃഷ്ടിക്കാൻ എളുപ്പമല്ല. പണ്ടത്തെ പോലെ വൈകുന്നേരം പോയി നാമം ജപിക്കണമെന്ന് കുട്ടികളുടെ പറഞ്ഞാൽ കുട്ടികളും ചെയ്യില്ല, അമ്മമാരും ചെയ്യില്ല. എന്തിനാണ് നാമം ജപിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉത്തരവില്ല. കുറച്ച് സമയം രാമ 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 എന്ന നമശിവായ എന്ന് ചോദിച്ചിട്ട് എന്താ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകും? കുട്ടികൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ എളുപ്പമല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നമ്മുടെ പറഞ്ഞ പോലെ പല തലമുറകളായിട്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന് മേൽ പ്രത്യേകിച്ച് ഉണ്ടായി വന്ന ഒരു വൈദേശിക സാംസ്കാരിക ആക്രമണമാണ്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ബീഫ് കഴിക്കുക, ഗോമാംസം കഴിക്കുക എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അചിന്ത്യമായൊരു കാലം ഉണ്ടായിരുന്നു. കോഴിയിറച്ചി ആട്ടിറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ പശുവിനെ വെട്ടിക്കൊന്ന് കഴിക്കുക എന്നുള്ളത് സാധാരണ ഭൂരിഭാഗം ഹിന്ദുക്കളും അത് ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നവരെ കുറച്ച് താഴ്ന്ന ജാതിക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്, പശു ഇറച്ചി കഴിക്കുന്നവരെ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഈ ബീഫ് കഴിച്ചു തുടങ്ങിയിരുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആയിരുന്നു. അവർ അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളായിട്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പരസ്യമായിട്ട് പശുവിനെ വെട്ടിക്കൊല്ലുന്നതും ഇറച്ചി വയ്ക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതുമൊക്കെ പരസ്യമായിട്ട് ചെയ്ത് അതിനൊക്കെ ഒരു മഹത്വം കൽപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് വീരകൃത്യമായിട്ട് കണക്കാക്കപ്പെടും. ഒരു പശുവിനെ കൊല്ലുന്നതിൽ എന്താ വീരകൃത്യമുള്ളത്? ഒന്നുമില്ല. അതിനെ ഇറച്ചി വയ്ക്കുന്നതിൽ എന്താ വീരകൃത്യമുള്ളത്? പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ താനെന്തോ വലിയ സംഭവമാണ്, സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്, അന്ധവിശ്വാസങ്ങളെ എതിർക്കുകയാണ് എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മൾ അടിത്തറ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞതാണ്. ബാക്കി എല്ലാ രീതിയിലും അച്ഛന്മാരുടെ ബന്ധത്തിലാകട്ടെ, ഭാര്യാഭർത്തൃ ബന്ധമാകട്ടെ, ലിവിങ് ടുഗദർ എന്നുള്ള ആശയം വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കും. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എന്തിനാണ് കുട്ടികളെ പ്രസവിക്കുന്നത്? എന്തിനാണ് അവരെ വളർത്താനുള്ള കഷ്ടപ്പാടൊക്കെ നോക്കുന്നത്? അങ്ങനെ ഈ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുട്ടികളെ അഡോപ്റ്റ് ചെയ്താൽ മതിയല്ലോ, പ്രസവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൂടി പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സംസ്കാരം നിലനിർത്താൻ എളുപ്പമല്ല. അങ്ങനെ ചെയ്ത് വന്ന സമൂഹമാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹം. അവരെത്രയോ തലമുറകളായിട്ട് പല ആചാരങ്ങൾ പലതും നിന്നുപോയി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്കിലൊരു വലിയ വിഭാഗം അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ജീവിച്ചത് കൊണ്ട് അവർക്ക് സാമൂഹികമായിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടോ വളർച്ചയുണ്ടായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു കാലത്ത് ഏറ്റവും അധികം സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന ആ വിഭാഗം
ബുദ്ധിപരമായിട്ട് വളരെ ഔന്നത്യത്തിൽ നിലനിന്നിരുന്ന വിഭാഗം ഇന്നിപ്പോൾ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടും ദാരിദ്ര്യത്തിലും കഷ്ടപ്പെടലും വരെ കഴിയുന്നു. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചത് കൊണ്ട് മാത്രമോ വേദമന്ത്രങ്ങൾ ഇപ്പോൾ ഭാഗ്യസൂത്രം ജപിച്ചത് കൊണ്ട് മാത്രമൊന്നും ഐശ്വര്യങ്ങളെല്ലാം കിട്ടുമായിരുന്നെങ്കിൽ അവർക്കെല്ലാം കിട്ടണമായിരുന്നു. അത് കിട്ടി കാണുന്നില്ല. വി.ടി. ഭട്ടതിരിപ്പാട് തൻ്റെ ജീവചരിത്രത്തിൽ എഴുതുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛൻ എല്ലാ ദിവസവും ഭാഗ്യസൂത്രമൊക്കെ ജപിക്കുമായിരുന്നു. പക്ഷേ വീട്ടിൽ ദാരിദ്ര്യമാണ്. ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വെറുപ്പും വിദ്വേഷമാണ് തോന്നുന്നത്. ഈ ഭാഗ്യസൂത്രമൊക്കെ ജപിച്ചിട്ട് ഭാഗ്യ വീട്ടിലല്ല ഉള്ള ദാരിദ്ര്യം കഷ്ടപ്പാടും കൂടിക്കൊണ്ടിരിക്കും. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മന്ത്രജനങ്ങളുടെ അടിമത്വം എല്ലാം തൻ്റെ മുമ്പിൽ കാണുന്നു. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയത് കൊണ്ട് മാത്രം തനിക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും അദ്ദേഹം കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടത്തെ മൂത്രമൊഴിച്ച കഥയൊക്കെ പറയുന്നുണ്ട് തൻ്റെ കുട്ടിക്കാലത്ത്. പിന്നീട് അദ്ദേഹം വലിയ ഈശ്വരവിശ്വാസിക്കായി മാറിയെങ്കിലും ചെറുപ്പകാലത്ത് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വിദ്യാസാഗറിൻ്റെ കഥകൾ നോക്കിയാലും അച്ഛനമ്മമാരുടെ ശിക്ഷ കാരണം വേദപഠനത്തോട് വലിയ വെറുപ്പാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത്. പക്ഷേ പിന്നീട് അത് മനസ്സിലാക്കി വരുമ്പോഴാണ്, അറിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം സ്വയം തിരിച്ചറിയുമ്പോഴാണ് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്ന വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരാൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെ ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ വിശേഷം അദ്ദേഹം ആദ്യം ഏതിനെ വെറുത്തിരുന്നുവോ അതിനെ മനസ്സിലാക്കി അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി തനിക്ക് വേണ്ട അത്യാവശ്യം പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാം ആർജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അത് അനേക എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. യാഥാസ്ഥിക ബ്രാഹ്മണരിൽ നിന്നും മറ്റെല്ലാവരുടെ നിന്നും പല എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പക്ഷേ അതിന് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യജ്ഞത്തെക്കുറിച്ച് ഇത്രയും പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. യജ്ഞം എന്താണ്, എങ്ങനെയാണ് ഒരു കുടുംബം യജ്ഞ സംസ്കാരം മനസ്സിലാക്കി വളരുന്നത്, എങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് സാമൂഹികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വയം മനസ്സിലാക്കണം, സ്വയം അനുഷ്ഠിക്കണം. അത് മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ആയിട്ട് പങ്കിടാൻ നമുക്ക് സാധിക്കണം. ഇത്രയും സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാത്ത കാലത്ത് അത്ര എളുപ്പമല്ല, എന്നാലും അസാധ്യവുമല്ല. നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ, സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ബലവാൻ എന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് സമൂഹത്തിൽ നടപ്പാകുന്നത്. അവിടെ ധർമ്മവും നീതിയൊന്നും പ്രശ്നമല്ല. ഇപ്പം തന്നെ മധ്യേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. യുദ്ധത്തിന് വല്ല കാരണമുണ്ടോ? ഒരു കാരണമില്ല. കാര്യമായ ഒരു കാരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണെങ്കിൽ സാധിക്കില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്ന് അമേരിക്ക ആജ്ഞാപിക്കുന്നു. ഇറാൻ പറ്റില്ല എന്ന് പറയുന്നു. അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ ആക്രമിക്കും. അപ്പോൾ ഇതേ കാര്യം ഇന്ത്യ അടുത്തും പറഞ്ഞാണ്. ഇന്ത്യ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഇന്ത്യ മിണ്ടാതെ ഉണ്ടാക്കി, ആരും അറിയാതെ ഉണ്ടാക്കി. അതുണ്ടായിക്കഴിഞ്ഞ് ആദ്യത്തെ കറൻ ബോംബ് പരീക്ഷണം നടന്നപ്പോൾ അമേരിക്ക ഇതുപോലെ നമുക്കതിനെ വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതേ അവസ്ഥയിലാണ് ഇറാൻ്റെ അവസ്ഥ. ഇന്ത്യക്ക് നേരിട്ട അതേ പ്രതിസന്ധിയാണ് ഇറാനും നേരിടുന്നത്. രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ നേരിട്ട അതേ പ്രതിസന്ധി ഇറാനും നേരിടും. പക്ഷെ അവിടെ ബലവാനാണ് യുദ്ധത്തിൽ വിജയം കിട്ടുന്നത്. വെനിസ്ലയുടെ കഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, അറിയാവുന്നതാണ്. അവിടെ നീതിയും ധർമ്മവും ഒന്നും അവിടെ ആരും നോക്കിയിട്ടുമില്ല, നോക്കാൻ പോകുന്നുമില്ല. വരാൻ പോകുന്ന കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ബലം വേണം, ബലം ആവശ്യമാണ്. പക്ഷേ അതേസമയം ധർമ്മബോധം ഇല്ലാത്ത ബലം, നീതിബോധമില്ലാത്ത ബലം, ഈ യജ്ഞ സംസ്കാരം ഉൾക്കൊള്ളാത്ത ബലം, അത് സ്വന്തം നാശത്തിനും സ്വന്തം വംശത്തിൻ്റെ നാശത്തിനും സ്വജനങ്ങളുടെ നാശത്തിനും കാരണമായിത്തീരും. അതാണ് നമ്മൾ ഈ അസുരന്മാരുടെയും മറ്റും കഥകളിൽ കൂടി
പുരാണങ്ങളിൽ കൂടി നമ്മളെ പഠിപ്പിക്കാൻ ഋഷിമാർ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കുന്നുള്ള കാര്യം വേറെ. എപ്പോഴൊക്കെയാണോ സ്വന്തം ബലത്തിൽ അഹങ്കരിച്ച് അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗമൊക്കെ കീഴടക്കി കഴിഞ്ഞിട്ടുള്ളത്, അപ്പോഴൊക്കെ ഈശ്വര ശക്തി അവർക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് നാശം ഉണ്ടായിട്ടുണ്ട്, പതനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിലെ കഥകളെല്ലാം സാരസംഗ്രഹം അത്രയേ ഉള്ളൂ. പരശുരാമൻ്റെ കഥ എടുത്താൽ നമുക്കറിയാം. പരശുരാമൻ്റെ കാലത്ത് ഏറ്റവും ശക്തനായ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. രാവണൻ 20 കൈകളുണ്ടെങ്കിൽ കാർത്തവീര്യാർജുനൻ 1000 കൈകളുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. 1000 കൈകൾ ഒരാളുടെ ശരീരത്തിൽ പിടിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? 10 കൈ പോലും ഒരാളുടെ ശരീരത്തിൽ പിടിപ്പിക്കാൻ പറ്റത്തില്ല. 1000 കൈകൾ എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? 1000 കൈകൾ എന്ന് പറഞ്ഞാൽ 1000 വിഷയങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നർത്ഥം. നമ്മൾ ശതാവധാനി, സഹസ്രാവധാനി എന്നൊക്കെ പറയുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് കഴിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതിലവർക്ക് സർക്കാരും മറ്റും പല അവാർഡുകളും കൊടുക്കുന്നുണ്ട്. ശതാവധാനി എന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നവർ, മനസ്സിലാക്കാൻ പറ്റുന്നവർ, ഗ്രഹിക്കാൻ പറ്റുന്നവർ. ദശാവധാനി ഇന്ന് 10 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നവർ. ഇപ്പോൾ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും 2 വിഷയങ്ങൾ എഴുതുക, അതേസമയം മറ്റൊരാൾ പറയുന്നത് കേൾക്കുക, മറ്റ് പലരും പറയുന്ന ഒരേ സമയം കേൾക്കുക, പല ഭാഷയിൽ പറയുന്നത് കേൾക്കുക, അതെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, അതെല്ലാം തിരിച്ച് മറുപടി പറയുക. കണക്കുകളിൽ ചോദ്യങ്ങൾ, കവിതാപൂരണങ്ങൾ, ഇതെല്ലാം ചോദിച്ചാൽ ഇതിനെല്ലാം മറുപടി പറയുക. ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നവരാണ് ഈ പറഞ്ഞ പോലെ അഷ്ടാവധാനി, ദശാവധാനി, ശതാവധാനി എന്നൊക്കെ പറയും. സഹസ്രാവധാനി വരെ ഉണ്ട്. നമ്മുടെ നാട്ടിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ചിത്രീകരണമാണ്. ബാഹ്യമായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നതിനാണ് 1000 കൈയുണ്ട്, 20 കൈയുണ്ടെന്നൊക്കെ പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാവണൻ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. കാർത്തികരാജനോട്ട് ഏറ്റുമുട്ടി രാവണൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ രാവണനേക്കാളും പരാക്രമമായിരുന്നു കാർത്തികരാജന്. പക്ഷേ കാർത്തികരാജൻ എന്താണ് ചെയ്തത്? നന്ദിനി എന്ന് പറഞ്ഞ പശുവിനെ തട്ടിക്കൊണ്ടുപോയി. തനിക്ക് ആ ബലം പ്രയോഗിച്ചു. ഒരു പശുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനെ എതിർത്ത ജമദഗ്നി മഹർഷിയെ കൊന്നു. ജമദഗ്നി മഹർഷി സ്വയം വലിയ യോദ്ധാവായിരുന്നു. വലിയ ധനുർവേദത്തിൽ വളരെ അറിവുള്ള ആളായിരുന്നു ജമദഗ്നി. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യാനൊന്നും പോയില്ല. കാർത്തികരാജനുണ്ട് കൈകൊണ്ട് കൊല്ലപ്പെട്ടു. അപ്പം അതിൻ്റെ പ്രതികാരമായിട്ടാണ് 21 വട്ടം പരശുരാമൻ നാട്ടിലുള്ള എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരെയും വെല്ലുവിളിച്ച് അവരെയൊക്കെ അമർ ചെയ്ത് ഈ നിങ്ങളുടെ ബലത്തേക്കാൾ കൂടുതൽ ബലം തപസ് കൊണ്ട് നേടാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തി ക്ഷത്രിയന്മാരുടെ അന്തകനായിട്ട് മാറിയത്. പക്ഷെ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. തനിക്കിതൊരു പക്ഷേ തപസ് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു കാണും. പക്ഷേ തൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല തൻ്റെ ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ക്ഷത്രിയന്മാരെ ബലന്മാർ ലോകത്തെ ഭരിക്കും, ലോകത്തെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. തനിക്ക് തടയാൻ സാധിക്കില്ല. അപ്പം ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിൽ ബലവും ധർമ്മവും ഒന്നിച്ചു ചേരുന്ന ഒരു ഭരണാധികാരി ഉണ്ടാവണം. പരശുരാമൻ ഭരണാധികാരിയല്ല, അത് മനസ്സിലാക്കണം. പരശുരാമനൊരു വിപ്ലവകാരി മാത്രമാണ്, ഒറ്റപ്പെട്ട ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തിന് സൈന്യമില്ല, രാജ്യമില്ല, ഒന്നുമില്ല. ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ ഒരു ഒളിപ്പോരാളി എന്നൊക്കെ പറയാം, ചെകുവേരെന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരാളാണ് പരശുരാമൻ. താൻ ഒറ്റയ്ക്ക് എവിടെ അധർമ്മം കാണുന്നു, അവിടെ അധർമ്മിയെ കാണുന്നു, അവിടെ പോയി വെല്ലുവിളിക്കുന്നു, യുദ്ധം ചെയ്യുന്നു, പരാജയപ്പെടുത്തുന്നു, കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ കുറേ പേരെ കൊല്ലാൻ സാധിക്കുന്നില്ല. നക്സലിസം കാണിച്ചുകൊണ്ട്, നക്സലിനെ പോലെ കുറേ പേരെ കൊല്ലാൻ സാധിച്ചുകൊണ്ട് സമൂഹത്തിൽ പരിവർത്തനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. കുറച്ച് പേരെ കൊന്നു, അത് കഴിഞ്ഞ് അടുത്ത തലമുറ വരും. ആ തലമുറയും വീണ്ടും ഇതുപോലെ തന്നെ അഹങ്കാരികളും ശക്തന്മാരുമായിട്ട് വളർന്നു വരും. ഇപ്പോൾ കാർത്തവീര്യാർജുനെ കൊല്ലാൻ സാധിച്ച പരശുരാമന് രാവണനെ വേണമെങ്കിലും കൊല്ലായിരുന്നു. എന്താ കൊല്ലാത്ത? പിന്നെ രാവണനെ വേണമെങ്കിലും പരശുരാമനെ നിഷ്പ്രയാസം വധിക്കാൻ സാധിക്കായിരുന്നു. ബാലിക്ക് പോലും രാവണനെ വധിക്കാൻ സാധിക്കായിരുന്നു.
അവരാരും ചെയ്യാൻ പോയില്ല. കാരണം ഇത് ചെയ്യേണ്ടത് ഒരു ഭരണാധികാരിയാണ്. ഭരണാധികാരികളിൽ ധർമ്മബോധം ഉണ്ടാകണം, അവർക്ക് ശക്തി ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരു ഭരണാധികാരിക്ക് ശരിക്കും ഒരു രാഷ്ട്രത്തെ നയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഭരണാധികാരിയുടെ കയ്യിൽ രാഷ്ട്രം വരുമ്പോൾ മാത്രമേ ആ രാഷ്ട്രത്തിൽ സംസ്കാരം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ സംസ്കാരം നിലനിൽക്കില്ല. സംസ്കാരം നിലനിർത്താൻ പറ്റില്ല. ഇന്ത്യക്ക് സംഭവിച്ച അതാണ്. ഇന്ത്യ പല രാജ്യങ്ങളെ വിഭജിക്കപ്പെട്ടു. അവർക്ക് ഒന്നിച്ച് നിന്ന് പോരാടാനുള്ള ഒരു മനോഭാവം ഉണ്ടായില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും വിദേശാക്രമണത്തിന് നമ്മൾ കീഴടങ്ങുമായിരുന്നില്ല. ജയചന്ദ്രൻ്റെയും പൃഥ്വിരാജിൻ്റെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരേ കുടുംബത്തിൽ ജയചന്ദ്രൻ മകളെയാണ് പൃഥ്വിരാജൻ തട്ടിക്കൊണ്ട് വിവാഹം കഴിച്ചത്. പലരും നിയമപ്രകാരം ബന്ധുക്കളാണ്, പക്ഷേ തട്ടിക്കൊണ്ട് വിവാഹം കഴിച്ചത് കാരണം ശത്രുക്കളായി മാറി. അതുകൊണ്ട് രണ്ടുപേർക്കും നാശം വരുത്തുന്നൊരു കോമൺ പൊതുവായിട്ടുള്ള ശത്രുവിനെ വിളിച്ചു വരുത്തി ആ ശത്രു രണ്ടുപേരെയും കീഴടക്കി. രാഷ്ട്രം തന്നെ, ഇന്ത്യ തന്നെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരേണ്ടി വന്നു. അത്രയും കാലം ഇസ്ലാമിക ഭരണത്തിനെ എതിർത്ത് നിന്ന ഇന്ത്യക്ക് പരാജയപ്പെടേണ്ടി വന്നു. അപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങളും വ്യക്തിപരമായ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഒരാൾ സ്വയം തൻ്റെ തലയിൽ കയറ്റുമ്പോൾ അത് ആ വ്യക്തിയുടെയും ആ സമൂഹത്തിൻ്റെയും നാശത്തിന് കാരണമാകും, രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാകും.